അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ റമളാനിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മഹത്വമേറിയ ദിവസങ്ങളിലൂടെയാണ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും വ്രതാനുഷ്ഠാനവും ദാനധർമ്മങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൊതുവിൽ റമളാൻ മാസം ദാനധർമ്മങ്ങളുടെ ഒരു മാസം കൂടിയാണ്. ആളുകൾ ധാരാളമായി വിശ്വാസികൾ തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമളാൻ. പൊതുവിൽ ഈ ദാനധർമ്മങ്ങളെ സക്കാത്ത് എന്ന രീതിയിലാണ് ആളുകൾ വിശദീകരിക്കാറുള്ളത്. നമ്മൾ ഈ മാധ്യമങ്ങളൊക്കെ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ഒരു മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകളും പറയാറുള്ളത് നന്നായി സക്കാത്ത് കൊടുക്കുന്ന കാലമാണിത്, സക്കാത്ത് ധാരാളമായി നൽകുന്ന സമയമാണിത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ റമളാൻ മാസത്തിൽ നൽകുന്ന ദാനധർമ്മങ്ങൾ അതാണോ ശരിക്കും ഇസ്ലാമിലെ സക്കാത്ത്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു ദാനധർമ്മവും സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്നത് നമസ്കാരം പോലെ നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മമാണ്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് ഖുർആൻ പറയുന്നു. അഖീമുസ്സലാ വ ആതു സക്കാ, നിങ്ങൾ നമസ്കരിക്കണം, സക്കാത്ത് നൽകണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് 5 തൂണുകളിലാണ്. 1 ഷഹാദത്താണ്, 2 നമസ്കാരമാണ്, 3 സക്കാത്താണ് എന്ന് വിശദീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ സക്കാത്ത് എന്നുള്ളത് ഐച്ഛികമായി ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിലോ സന്ദർഭത്തിലോ നാം നൽകുന്ന കേവലം ദാനധർമ്മങ്ങളെ ഒരിക്കലും സക്കാത്ത് എന്ന് പറയില്ല. അത് സ്വതക്കയാണ്. സ്വതക്കയും സക്കാത്തും തമ്മിൽ വേറിട്ട് നിൽക്കുന്നു. ഞാൻ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സക്കാത്തും സ്വതക്കയും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇതെങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? അതിലെ ഒന്നാമത്തെ കാര്യം സക്കാത്തിനെ കുറിച്ച് പറയാറുള്ളത് ഹിയ തഅബ്ബുദു ലില്ലാഹി അസ്സ വജല്ല ബിഇഅ്താഇഹി മാ ഔജബഹു മിൻ അൻവാഇ സകാത്തി ഇലാ മുസ്തഹിഖിഹാ അലാ ഹസ്ബി മാ ബയ്യനഹു ശറഅ്. മതം പഠിപ്പിച്ചതനുസരിച്ച് തൻ്റെ സമ്പത്തിൽ നിന്ന് അതിൻ്റെ അർഹരായ അവകാശികൾക്ക് നിർബന്ധമായും ഒരാരാധനയായി നൽകുന്ന സമ്പത്തിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് നിർബന്ധമായി നൽകേണ്ട കാര്യമാണ്. ആ നിലക്കുള്ള ഒരു ആരാധനയാണ് സക്കാത്ത്. എന്നാൽ സ്വതക്കയാണെങ്കിലോ അതും തൻ്റെ സമ്പത്തിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കലാണ്. പക്ഷേ അത് നിർബന്ധമല്ല. ഒരാൾ എന്തെങ്കിലും ഒരു തുക കൊടുക്കുന്നു, തൻ്റെ ഭൂമി കൊടുക്കുന്നു, തൻ്റെ ഒരു വീട് ദാനം ചെയ്യുന്നു, ഇങ്ങനെ പലതും കൊടുക്കാൻ പറ്റും, വസ്ത്രം കൊടുക്കാൻ പറ്റും. ഇതെല്ലാം സാധാരണ സ്വതക്കയാണ്. അതിന് വലിയ മഹത്വമുണ്ട്, വലിയ പുണ്യമുണ്ട്. മതം വളരെ ശക്തമായി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവർക്കെതിരെ വലിയ താക്കീത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്വതക്ക എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. സക്കാത്ത് നിർബന്ധമായും നൽകേണ്ട കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, സക്കാത്ത് എല്ലാ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, എല്ലാ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സക്കാത്ത് ചില നിശ്ചിത കാര്യങ്ങൾക്കുള്ളതാണ് സക്കാത്ത്. ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് വീടുണ്ട്, വീടിന് സക്കാത്തില്ല. ഒരാൾക്ക് ഭൂമിയുണ്ട്, ഭൂമിക്ക് സക്കാത്തില്ല. ഒരാളുടെ കയ്യിൽ 2-3 വാഹനങ്ങളുണ്ട്, വാഹനത്തിന് സക്കാത്തില്ല. എന്നാൽ സ്വതക്ക അങ്ങനെയല്ല. സ്വതക്ക ഇതിലെല്ലാം സ്വതക്കയുണ്ട്. സക്കാത്ത് കറൻസിയിൽ ശമ്പളമായോ വാടകയായോ അല്ലാത്ത നിലക്കോ വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്, കയ്യിലുള്ള സ്വർണത്തിന് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്, കാലി സമ്പത്തുണ്ടെങ്കിൽ അതിന് സക്കാത്തുണ്ട്, കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ ആ കച്ചവടം ഒരു വർഷം തികയുമ്പോൾ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കണം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിനോ വീടിനോ ഭൂമിക്കോ സക്കാത്തില്ല. സദക്ക അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ സക്കാത്തുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സദക്ക കൊടുക്കാം. പൈസയായിട്ട് കൊടുക്കാം, സ്വർണമായി കൊടുക്കാം, പിന്നെ മറ്റു കൃഷിയായിട്ട് കൃഷി ഉൽപ്പന്നങ്ങളെ ഏതും സദക്ക കൊടുക്കാം. അതിനു പുറമെ വീട് സദക്ക കൊടുക്കാം. 2 വാഹനം ഉണ്ടെങ്കിൽ ഒരു വാഹനം സദക്ക കൊടുക്കാം. അതുപോലെ തന്നെ ഒരാൾക്കൊരു 50 സെൻറ്റ് ഭൂമിയുണ്ട്, അതിൽ നിന്നൊരു 10 സെൻറ്റ് പാവപ്പെട്ടവന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു, ഒരു 5 സെൻറ്റ് പള്ളിക്കോ മദ്രസക്കോ കൊടുക്കാമെന്ന് തീരുമാനിച്ചു, അങ്ങനെ സദക്ക കൊടുക്കുക. സദക്ക ഇതിലെല്ലാം ഉണ്ട്.
എന്നാൽ സക്കാത്ത് നിശ്ചയിക്കപ്പെട്ട സമ്പത്തിന് മാത്രമുള്ളതാണ് സക്കാത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സക്കാത്തിന് നിശ്ചിതമായ കാലവും കണക്കുമുണ്ട്. ഒരാളുടെ കയ്യിൽ 1 പവൻ സ്വർണമുണ്ട്, അയാൾക്ക് സക്കാത്തില്ല. 85 ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അത് തന്നെ 1 വർഷക്കാലം അയാളുടെ കൈവശം ഇരിക്കുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അപ്പോൾ കാലം തികയണം, കണക്ക് തികയണം. ഇപ്പോൾ അതുപോലെ തന്നെ വെള്ളിയാണെങ്കിൽ 590 ഗ്രാം, വെള്ളിക്ക് താഴെയാണെങ്കിൽ അതിന് സക്കാത്തില്ല. അതിൻ്റെ മുകളിലുള്ളതിനാണ്, അല്ലെ 90 ഗ്രാമോ അതിന് മുകളിലുള്ളതിനോ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്തിന് നിശ്ചിതമായ ഒരളവെത്തണം, കാലം തികയണം, ഒരു നിശ്ചിത അളവാണ് കൊടുക്കേണ്ടത്. കറൻസി ആണെങ്കിൽ 2.5%, കച്ചവടമാണെങ്കിൽ കച്ചവടം തുടങ്ങി ഹിജ്റ കലണ്ടർ അനുസരിച്ച് 1 വർഷം തികഞ്ഞാൽ ആകെയുള്ള കച്ചവട വസ്തുക്കളുടെ സ്റ്റോക്ക് എടുത്ത് അതിൻ്റെ വിലയും ആ വർഷത്തെ ചെലവ് കഴിച്ചുള്ള ലാഭവും കൂട്ടി അതിൻ്റെ 2.5% അത് സക്കാത്ത് കൊടുക്കണം. കൃഷി 1 വർഷം ആകെ എത്ര വിളവ് കിട്ടി, ഒരു തവണ വിളവെടുക്കുമ്പോഴുള്ളതല്ല, 1 വർഷം ആകെ എത്ര വിളവ് കിട്ടി ഹിജ്റ വർഷ കലണ്ടർ അനുസരിച്ച് അത് നോക്കി അതിൻ്റെ 2.5%, അതിൻ്റെ 2.5%, അതിൽ നിന്ന് 20% സക്കാത്തായി കൊടുക്കണം. നനയ്ക്കാൻ നല്ല ചിലവുണ്ടെങ്കിൽ 10% നൽകിയാൽ മതി. ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വതക്ക ആർക്കൊക്കെ കൊടുക്കാം? സ്വതക്ക അതിന് പ്രത്യേകിച്ച് കാലമില്ല, കണക്കില്ല, ഏതു സമയത്തും കൊടുക്കുക, എത്രയും കൊടുക്കാം. എത്ര കുറഞ്ഞ അളവും കൊടുക്കുക, എത്ര കൂടിയ അളവും കൊടുക്കാം. മറ്റൊരു സക്കാത്തും സദക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, സക്കാത്ത് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? സക്കാത്തിന് നിശ്ചയിക്കപ്പെട്ട അവകാശികളുണ്ട്, എണ്ണപ്പെട്ട 8 അവകാശികളുണ്ട്. ആ അവകാശികളിൽ ഒരാൾക്കേ സക്കാത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. ഫക്കീർ, മിസ്കീന്, ഗാരിം, കടബാധ്യതയുള്ളവൻ, അങ്ങനെ ദാരിദ്ര്യവും കടബാധ്യതയുമുള്ള ആൾ, അല്ലെങ്കിൽ അടിമവചനത്തിന് വേണ്ടി കരാർ എഴുതിയ ആൾ, ഒരു നാട്ടിൽ യാത്രക്കാരനായി എത്തിപ്പെട്ട് കയ്യിലൊന്നും ഇല്ലാത്ത ആൾ, ഇങ്ങനെ 8ഓളം അവകാശികളുണ്ട്. അവർക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കാവൂ. സ്വതക്ക ഈ ആളുകൾക്കും കൊടുക്കുക, ഇതല്ലാത്തവർക്കും കൊടുക്കാം. സക്കാത്തിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല, അയാൾക്ക് വർഷം തികഞ്ഞു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ 20 പവൻ സ്വർണമുണ്ട്. അപ്പോൾ വർഷം റമളാനിൽ സക്കാത്ത് കൊടുക്കാന്ന് വെച്ചാൽ, റമളാനാണ് വർഷം കണക്കാക്കി വരുന്നത്, അല്ലെങ്കിൽ ഷാബാനിലാണ് വർഷം കണക്കാക്കുന്നത്. ഷാബാനായി 1 കൊല്ലം തികഞ്ഞത് കൊടുക്കുന്നതിനും അയാൾ മരിച്ചു. അപ്പോൾ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് നേരെ ഒരാൾ മരിച്ചാൽ അയാളുടെ സമ്പത്ത് അനന്തരാവകാശികൾ വീതിച്ചെടുക്കുകയല്ലേ ചെയ്യുക. അതിനൊക്കെ ഒരു ഹെയറാർക്കി ഉണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. കടമുണ്ടെങ്കിൽ അത് വീട്ടണം. ആ കടബാധ്യതകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനോടുള്ള കടമായിട്ടുള്ള സക്കാത്ത്. അനന്തരാവകാശികൾ അനന്തര സ്വത്ത് വീതിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടേ അനന്തര സ്വത്ത് വീതിച്ചെടുക്കാൻ പാടുള്ളൂ. സ്വതക്കയാണെങ്കിലോ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കടം വീട്ടുക എന്ന ഒരു സംഗതി ഇല്ല. അതൊരു ഐച്ഛികമായ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി കടം വീട്ടേണ്ടതില്ല. പിന്നെ മറ്റൊന്ന്, ഈ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുറൂഇനും ഉസൂലിനും കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. അനന്തരാവകാശികളുടെ ബന്ധമനുസരിച്ച് പറയുന്ന 2 ടെർമിനോളജിയാണ് ഫുറൂഉം ഉസൂലും. അഥവാ വാപ്പയും ഉമ്മയും, ഇത് ഉസൂലുകളാണ്. അവരെ നോക്കൽ ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. അവരുടെ ചികിത്സ, അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, ഇതൊക്കെ മകൻ്റെ ബാധ്യതയാണ്. അത് ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് മക്കളെ നോക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് മക്കൾ കൊടുക്കാൻ പറ്റില്ല. സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയെ പരിപാലിക്കുക എന്നുള്ളത്, ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ സ്വതക്കയാണെങ്കിൽ ഈ ആളുകൾക്കെല്ലാം നൽകാൻ പറ്റും. മക്കൾക്ക് കൊടുക്കാം, മാതാപിതാക്കൾക്ക് കൊടുക്കാം, പിന്നെ മറ്റു അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് നൽകാം, ആർക്കും സദഖ കൊടുക്കാം. ഞാനിതിങ്ങനെ വേർതിരിച്ച് ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞത് ഇത് രണ്ടും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ സക്കാത്തിനേക്കാൾ കൂടുതൽ വിഹിതം ദാനമായി നൽകിയിട്ടുണ്ടാകും. പക്ഷേ സക്കാത്ത് കണക്ക് നോക്കി, കാലം നോക്കി അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് നൽകാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അതൊരു ബാധ്യതയായി അവിടെ നിൽക്കുന്നുണ്ടാകും, അതൊരു ഭാരമായി അവിടെ നിൽക്കുന്നുണ്ടാകും. ഈ ഒരു ചെറിയ സമയം കൊണ്ട് സക്കാത്തിൻ്റെ എല്ലാ നിയമങ്ങളും വിധിവിലക്കുകളും പറയാൻ കഴിയില്ല എന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇതൊരു പഠനത്തിന്
നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. ഇതൊരു നിർബന്ധ ഉത്തരവാദിത്തമാണ്, നമസ്കാരം പോലെ ബാധ്യതയുള്ളതാണ്. ഇത് നിർവഹിക്കണമെങ്കിൽ കുറച്ചുകൂടി മതവിധികളും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതി വെച്ച് സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഒരാളൊരു കച്ചവടം തുടങ്ങുമ്പോൾ അത് ഹിജറ വർഷം അനുസരിച്ച് ഏത് മാസമാണ് ഏത് ദിവസമാണ് തുടങ്ങിയത് എന്ന് ഒരു വിശ്വാസി രേഖപ്പെടുത്തണം. അപ്പോഴാണ് ആ കണക്കനുസരിച്ച് ഒരു വർഷം തികയുമ്പോൾ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുക. ശമ്പളം വാങ്ങുന്ന ആൾ ഒരു വർഷം എപ്പോഴാണ് ഹിജറ വർഷം അനുസരിച്ച് തികയുക എന്നത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് അയാൾക്ക് അതിൽ നിന്ന് ആ കണക്ക് നോക്കി കാലം നോക്കി സക്കാത്ത് നൽകാൻ സാധിക്കുക. അതല്ലെങ്കിൽ അതൊരു ബാധ്യതയായി ഭാരമായി നമ്മുടെ മേലിങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടാകും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഉതുസ്സക്കാ. വിശ്വാസികൾ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കാനാണ്, നമസ്കരിക്കാനും സക്കാത്ത് നൽകാനുമാണ്. അതൊരു ബാധ്യതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ മരണാനന്തരം ഇസ്ലാമിക രാജ്യത്തുണ്ടായ അസമാധാനത്തെ, പ്രശ്നങ്ങളെ അത് പിന്നെ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചവർക്കെതിരെ ആയുധമെടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. പല ആളുകളും തടഞ്ഞു. സക്കാത്ത് നൽകിയില്ല എന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്, വലൗ മനഊനി മുഖാലൻ. അവർ എന്താ പറയുക, ഒട്ടകത്തെ കെട്ടുന്ന ഒരു കയറാണ് സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് പ്രവാചകന് നൽകിയിരുന്നത് അവർ എനിക്ക് ഈ കാലത്ത്, എൻ്റെ കാലത്ത് നൽകാതെ തടഞ്ഞു വെക്കുന്നതെങ്കിൽ അവർക്കെതിരെ ഞാൻ നിർബന്ധമായും ആയുധമെടുക്കും. വേറൊരു ഭാഗത്ത് കാണാം, ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. സ്വലാത്തിനും നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വേർതിരിവുണ്ടാക്കുന്നവനെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് അത്രമേൽ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള ഒരു വിശ്വാസി എന്ന നിലക്ക് നിർബന്ധമായും നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട കാര്യമാണ്. റമദാനിൽ പലപ്പോഴും ആളുകൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഈ ശ്രദ്ധയും ചിന്തയും ഉണ്ടാകണം. അത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.